മേൽപ്പറഞ്ഞ അവണാവുകാരിൽ ചേർപ്പിലെ ചിറ്റൂർ അവണാവും വല്ലച്ചിറയിലെ അവണാവും ഏറ്റവും വലിയ പ്രതാപികളും ധനാഢ്യരും ആയിരുന്നു. എന്നാൽ ചേർപ്പ് ചിറ്റൂർ അവണാവുകാരുടെ അധീനത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ ഉടമസ്ഥതയിലുള്ള തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൽ പോയി വല്ലച്ചിറ അവണാവുകാർക്ക് ശാസ്താവിനെ ഭജിക്കുക, തൊഴുവാൻ പോവുക, തൊഴുതു വരിക എന്നുള്ളത് ആഢ്യത്വത്തിന് നിരക്കാത്തതായി കണക്കാക്കുകയും ചാത്തൻ എന്നു പേരായ ഒരാളെ അതിനുവേണ്ടി ശട്ടം കെട്ടുകയും അയാൾ ഒരു കുടത്തിൽ തിരുളക്കാവ് ശാസ്താവിനെ ആവാഹിച്ച് എന്ന് തന്നെ പറയാം, എടുത്ത് കൊണ്ട് കുടത്തിലാക്കി ഇല കൊണ്ട് വായ കെട്ടി ചാത്തക്കുടത്തേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അവിടുത്തെ അവണാവുകാർ പ്രതിഷ്ഠ നടത്തി പൂജിച്ച് പോന്നു എന്ന ഒരു കഥയില്ലായ്മയോ പറയാൻ നിവൃത്തിയില്ല, നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ചാത്തക്കുടം എന്ന പേര് ഇവിടുത്തെ ശാസ്താവിന് വന്നു ചേർന്നത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ കഥ ഇങ്ങനെയാണെങ്കിലും ഈ രണ്ട് തിരുവള്ളക്കാവിൽ പിന്നെ മൂലബിംബം ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാന ചടങ്ങിൽ, ഗ്രാമബലിയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാന ചടങ്ങിൽ തിരുളക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ദേവനെ തിടമ്പ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് വല്ലച്ചിറയിൽ അവിടെ ചാത്തക്കുടം ശാസ്താവിനെ തിടമ്പോട് ഒന്നിച്ച് ഒരു പീഠത്തിൽ വെച്ച് പൂജ നടത്തുക എന്ന ഒരു അസാധാരണ വൈചിത്രപൂർണമായ ഒരു സംഭവവും നടക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വല്ലച്ചിറ അവണാവുകാർ ചാത്തക്കുടം ശാസ്താവിൻ്റെ ക്ഷേത്രവും അവിടുത്തെ ദൈവീകമായ ചടങ്ങുകളും ഉത്സവങ്ങളും എല്ലാം വളരെ ഗംഭീരമായും ഭക്തി നിർഭരമായും പോന്നിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ പൂജകളും ആരാധനാ സമ്പ്രദായങ്ങളും മറ്റ് വിശേഷങ്ങൾ ദിവസങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള ആചാരങ്ങളും വളരെ ഭംഗിയായും ചിട്ടയായും താന്ത്രിക വിധിപ്രകാരവും നടത്തുന്നതിൽ ഇതിൻ്റെ ഉടമസ്ഥർ ഊരായ്മക്കാർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. ഇവിടുത്തെ സാധാരണ ശാസ്താക്കന്മാർക്കുള്ള പൂജാദ്രവ്യങ്ങൾ, ശുദ്ധമായ പുഷ്പങ്ങൾ, അതുപോലെ തന്നെ മറ്റെല്ലാ വിധത്തിലുള്ള സാധന സാമഗ്രികളും ഒരുക്കിയിട്ട് വിധിപൂർവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രധാന വഴിപാട്
മറ്റ് സാധാരണ ക്ഷേത്രങ്ങളിലുള്ള മാതിരി പായസം, മറ്റ് വെള്ള നിവേദ്യം, ശർക്കര പായസം തുടങ്ങിയതായിട്ടുള്ള പ്രത്യേക നിവേദ്യങ്ങൾക്ക് പുറമേ പ്രത്യേകമായി അട നിവേദിക്കുക എന്ന ഒരു സംഭവം ഉണ്ട്, ഒരു നിവേദ്യം ഉണ്ട്. അത് വളരെ ചിലവ് കൂടിയ ഒന്നാണ്. അത് ദേവന് വളരെ സംപ്രീതമായിട്ടുള്ളതും ഭക്തന്മാർക്ക് ഫലസിദ്ധിപ്രദവുമായിട്ടുള്ള ഒരു പ്രത്യേക വഴിപാടായിട്ടാണ് കണ്ടുവരുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നിരവധിയാണ്. കർക്കിടമാസിൽ ഇല്ലം നിറ തൊട്ട് പിന്നീട് വരുന്ന തൃപ്പുത്തിരി, തുലാമാസിലെ നവരാത്രിയോടനുബന്ധിച്ചുള്ള സരസ്വതി പൂജ, പ്രത്യേകമായി നടത്തുന്നതായിട്ടുള്ള ശാസ്താപൂജകൾ, കലാപരിപാടികൾ, തുടർന്ന് നടത്തുന്ന വിവിധ എല്ലാ വിധത്തിലുള്ള വിശേഷങ്ങളും തുടങ്ങുന്നു. വൃശ്ചികത്തോടനുബന്ധിച്ച് ശബരിമലയിൽ സുപ്രസിദ്ധമായ മണ്ഡലം വിളക്ക് ആരംഭിക്കുന്നത് മാതിരി തന്നെ ഇവിടെയും മണ്ഡല പൂജകൾ 41 ദിവസം ഇവിടെ നടത്തി വരുന്നുണ്ട്. അന്ന് ഭക്തജനങ്ങൾ ശബരിമല നോയമ്പ് ഇടുവാനും മാലയിടുവാനും മറ്റ് അതോടനുബന്ധിച്ചുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ഇവിടെ ഭംഗിയായി നടത്തി പോരുന്നുണ്ട്. മകരവിളക്ക് ദിവസവും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഏറ്റവും വലിയ വിശേഷം എന്ന് പറയാവുന്നത് ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ക്ഷേത്രത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വളരെ വളരെ വിപുലമായ ആരാധനാ സമ്പ്രദായങ്ങളും ഉത്സവങ്ങളും മേളങ്ങളും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ചടങ്ങുകളും ആണ്. ഇവിടുത്തെ പ്രതിഷ്ഠയെ സംബന്ധിച്ചുള്ള മറ്റൊരു സവിശേഷമായ കഥ പറഞ്ഞു വരുന്നത്, ശിവൻ ശാസ്താവിൻ്റെ പിതൃതുല്യനാണല്ലോ, പിതാവാണല്ലോ. ആയത് കാരണത്താൽ ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയുള്ള പിടിക്കപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ശിവൻ പ്രതിഷ്ഠ കാണുന്നത്. അവിടെ ശിവനോടൊപ്പം തന്നെ ശാസ്താവും ഉണ്ടായിരുന്നുവത്രേ. ശിവന് എല്ലാ സമയത്തും വേദമന്ത്ര ഉച്ചാരണങ്ങൾ ചെയ്യുകയും കേൾക്കുകയും കൊണ്ടിരിക്കുക എന്നുള്ളത്, ധ്യാനനിലീനനായി ഇരിക്കുക എന്നുള്ളതും മറ്റും ശിവന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമായിരുന്നു. എന്നാൽ മന്ത്രതന്ത്രാദി ശബ്ദഘോഷങ്ങളിൽ അത്ര തന്നെ താല്പര്യമില്ലാതിരുന്ന ശാസ്താവ് അസഹ്യമായ രൂപത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിടിക്കപ്പറമ്പ് കുളത്തിലേക്ക് എടുത്തു ചാടുകയും അവിടെ മുങ്ങി ചാപ്പ കായലെന്ന് പറയുന്ന സ്ഥലത്ത് ഉയരുകയും പൊങ്ങുകയും ചെയ്തു അത്രേ. ചാപ്പ എന്ന സ്ഥലത്ത് ആ സമയത്തൊരു പ്രത്യേക ക്ഷേത്രം അവിടെ ആ പരിസരത്തുണ്ടായിരുന്നു. അവിടെയാണ് നീർന്നത്.
ശാസ്താവിനെ കണ്ടപ്പോൾ ചാപ്പ ഭഗവതി തൻ്റെ ക്ഷേത്രം ആ ശാസ്താവിന് വിട്ടുകൊടുക്കുകയും ചാപ്പ ഭഗവതി 2ാം സ്ഥാനത്തേക്ക് മാറുകയുമുണ്ടായത്രേ. അങ്ങനെ ആ ചാപ്പ ഭഗവതി വാണിരുന്ന സ്ഥലമാണ് ചാത്തക്കുടം. അത് കാരണത്താൽ തന്നെ ശാസ്താവ് അവിടുത്തെ പ്രധാന ദേവനായും ചാപ്പ ഭഗവതി ഉപദേവതയായും പ്രതിഷ്ഠ നടത്തപ്പെടുകയുണ്ടായി എന്ന് പറയുന്ന ഒരു കഥ മേൽപ്പറഞ്ഞ വിധത്തിലുള്ള ഒരു പ്രത്യേക ഉപകഥ പറഞ്ഞു വരുന്നുണ്ട്. സാധാരണയായി ശാസ്താക്കന്മാരുടെ ബിംബം 2-3 തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന്, സാധാരണ ശബരിമലയിൽ ഇരിക്കുന്ന മാതിരിയുള്ള കാലുമടക്കി, പീഠത്തിൽ കാലുമടക്കി ഇരുന്ന് വരദാഭയ ചിന്മുദ്ര, ഒരു കാല് ഇടത് കാലിൻ്റെ മുട്ടിൽ കൈപ്പടം താഴ്ത്തി അലസമായി വെച്ചും മറ്റ് ചിന്മുദ്രാങ്കിതമായിട്ടും ഇരിക്കുന്നതായിട്ടുള്ള ഒരു മഹാമന്ത്ര പൂർണ്ണ സിദ്ധമായ ഇരിപ്പിടം രൂപം. മറ്റൊന്ന്, ഇടതുകാല് വലതുഭാഗത്തേക്ക് മടക്കി ഇരുന്ന് വലതുകാല് ഇടതുകാലിൻ്റെ പാദത്തോട് ചേർത്ത് വെച്ച് വലതു കയ്യിൽ വലതുകാലിൻ്റെ മുട്ടിൽ വെച്ച് അത് വലതു കയ്യിൽ എന്തോ സാധനം വെച്ച മാതിരി, സാളഗ്രാമമോ മറ്റ് താമരമൊട്ടോ എന്തോ ഒന്നുപോലെ കാണപ്പെടുന്ന ഒരു വസ്തു വലത് കയ്യിൽ വെച്ച് വിരലുകൾ മടക്കി ഇടതു തുടയിൽ ഇടതു കയ്യ് ഒതുക്കി മടക്കി വെച്ചു കൊണ്ടിരിക്കുന്ന യോഗ ആസനത്തിൽ ഇരിക്കുന്ന മാതിരിയുള്ള ഒരു ധ്യാന നിഷ്ഠയോടുകൂടിയുള്ള, അതേസമയം പ്രസന്നവദനനുമായ ജടയോടുകൂടിയ ഒരു രൂപമാണ് കാണാൻ സാധിക്കുന്നത്. വേറൊന്ന്, ചില അപൂർവം സ്ഥലങ്ങളിൽ ജടാധാരി ആയും അല്ലാതെയും കിരീടത്തോടും കൂടി വില്ല് ഊന്നി അമ്പ് ഊരി കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള നീലാംബരധാരിയായ മറ്റൊരു രൂപവും അപൂർവമായി കാണപ്പെടുന്നു. ഇവിടെ ചാത്തക്കുടം ശാസ്താവിന് ഇരിപ്പിടം ഇരുന്ന് ജടാധാരിയായ മുഖത്തോടു കൂടിയ ഇരുന്ന് ഉള്ള ധ്യാന നിലീനനായ രൂപമാണ് ബിംബം. എന്നാൽ കോലത്തുമ്മലും മറ്റ് പല രൂപങ്ങളിലും ആൾ രൂപങ്ങളിലും എല്ലാം വില്ല് ഊന്നിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള രൂപവും കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത. ഇവിടുത്തെ ദേവൻ ഈ ക്ഷേത്രത്തിലെ
തന്ത്രിമാർ പെരുമ്പടപ്പ് തെക്കേടത്ത് തിരുമേനിമാരും വടക്കേടത്ത് തിരുമേനിമാരും ആണ്. അവർക്കാണ് ഇവിടുത്തെ താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുവാനും ക്ഷേത്രാചാര സംബന്ധമായ കാര്യങ്ങൾ നിശ്ചയിച്ച് തീർപ്പ് കൽപ്പിക്കുവാനും ഉള്ള അധികാരം. ഇവിടുത്തെ നിവേദ്യങ്ങൾ സാധാരണ ഇതിനു മുന്നേ പറഞ്ഞ വിധത്തിലുള്ള പായസങ്ങളും അട തുടങ്ങിയ നിവേദ്യങ്ങളും എല്ലാം ആണ്. കൂടാതെ ഇവിടുത്തെ ദേവൻ വാതരോഗത്തിന് വളരെ സിദ്ധൌഷധിയായ ഒരു ദേവനാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ദേവന് ആടിയ എണ്ണ വാത സംബന്ധമായ രോഗികൾ കൊണ്ടുപോയി ശരീരത്തിൽ പുരട്ടി അവരുടെ രോഗശമനം വരുത്താറുണ്ട് എന്നതിനെ ചുറ്റിപ്പറ്റി ഒരു കഥയും നിലവിൽ ഉണ്ട്. എവിടെ നിന്നോ തെക്ക് നിന്ന് ഒരു ഭക്തൻ ഈ ശാസ്താവിൻ്റെ മഹിമ കേട്ടറിഞ്ഞ് ഇവിടെ വന്ന് ഭജനമിരിക്കുകയുണ്ടായത്രേ. വളരെ കാലം ഭജനമിരുന്ന് അതോടുകൂടി അദ്ദേഹം നടക്കുവാനോ മറ്റൊന്നിനും തന്നെ സ്വാധീനം ഉണ്ടായിരുന്ന ആൾ അല്ലായിരുന്നു. തീരെ ഇരുന്ന് ഞെരുങ്ങി ആണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നത്. ഇവിടെ ഭജനം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അദ്ദേഹത്തിനൊരു സിദ്ധി എന്ന രൂപത്തിൽ ഒരനുഭവമുണ്ടായി. അദ്ദേഹം പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുലി അദ്ദേഹത്തെ ആക്രമിക്കുവാൻ വരുന്നതായി തോന്നുകയും അദ്ദേഹം ഭയചകിതനായി ഭയപ്പെട്ട് വിറച്ച് പെട്ടെന്ന് അയ്യോ പുലി വരുന്നേ എന്ന് നിലവിളിച്ച് എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടിപ്പോവുകയുണ്ടായി. ഈ ശബ്ദവും കോലാഹലവും എല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്നവരും വന്നവരും പുലിയെ അവിടെ എങ്ങാം തിരഞ്ഞിട്ട് ഒന്നും തന്നെ കണ്ടില്ല. മാത്രമല്ല ഇദ്ദേഹം നടന്ന് പോവുകയുമാണ് ചെയ്യുന്നത്. ഇത് കണ്ട് അത്ഭുത പരതന്ത്രരായി അതോടുകൂടി ജനങ്ങൾ സ്തംഭിച്ച് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായി അദ്ദേഹത്തിൻ്റെ വഴിപാടായിട്ടാണ് ഈ ക്ഷേത്രത്തിലെ മതിൽ കെട്ടി കൊടുത്തത് എന്നും ഒരു കഥ നിലവിലുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ പ്രധാന ഉടമസ്ഥൻ വല്ലച്ചിറ അവണാവ് ആണെന്ന് ഇതിനു മുന്നേ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം ഇതിനു മുന്നേ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം താല്പര്യത്തോടു കൂടി ഭയഭക്തി വിശ്വാസത്തോടു കൂടി വളരെ സമർത്ഥമായും കേമമായും പരിപാടികൾ, ക്ഷേത്രാചാരങ്ങൾ, ക്ഷേത്ര ഉത്സവങ്ങൾ നടത്തിപ്പോന്നിരുന്നു എന്നും പറയുകയുണ്ടായി. എന്നാൽ 1970 ഭൂനയപ്രകാരം വന്നു ചേർന്ന ഗതികേടിൽ മനയ്ക്കലെ സമ്പത്തെല്ലാം നശിക്കുകയും ക്ഷേത്രത്തിൻ്റെ ഭരണം പൂർവ്വരൂപത്തിൽ നടത്തുവാൻ പ്രയാസപ്പെടുകയും വന്നു. വിളക്ക് വയ്ക്കുവാനും നിവേദ്യത്തിനു പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. നാട്ടുകാരുടെ
നിസ്സീമമായ സഹകരണം കൊണ്ടാണ് അത് കുറേയെല്ലാം നിവർത്തിപ്പോകുന്നത്. പൂരം മുടങ്ങേണ്ടതായ ഒരു പരിസ്ഥിതി വന്നു. അപ്പോൾ 1970 പൂരം നാമമാത്രമായി, ചടങ്ങ് മാത്രമായി നടത്തുകയുണ്ടായി. ഈ അന്തരീക്ഷം കണ്ട് ചാത്തക്കുടത്തുള്ള ഭക്തജനങ്ങൾ വേദനിക്കുകയും ഇതിന് നിവാരണം എന്തെന്നറിയാതെ സഹതപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കലെയാണ് 1971 പിന്നത്തെ കൊല്ലം പെരുവനം ക്ഷേത്രത്തിൽ വെച്ച് എല്ലാ പൂരക്കാരും അടങ്ങുന്നതായ പ്രൈവറ്റ് ക്ഷേത്രക്കാരും ദേവസ്വം ക്ഷേത്രങ്ങളും അടങ്ങുന്നതായ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ഷേത്രക്കാരുടെയും നാട്ടുകാരുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും മറ്റ് പൂരപ്രേമികളുടെയും ഒരു മഹായോഗം പെരുവനം അമ്പലത്തിൽ വെച്ച് കൂടുകയും അവിടെ വെച്ച് പെരുവനം ആറാട്ടുപുഴ ക്ഷേത്ര കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി, വിപുലമായ കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയുടെ മെമ്പർമാരുടെ അതിശക്തിമത്തും വിശാലവും ഭക്തിനിർഭരവും ആയ ഭാവനാ അനുസൃതമായ പ്രവർത്തനം കൊണ്ട് പൂരം 71 മുതൽ തന്നെ കൂടുതൽ ശക്തിയോടെ വിപുലമായ രൂപത്തിൽ ഭംഗിയായി നിർവഹിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. അത് പിന്നീട് വളർന്ന് ഇന്ന് പണ്ട് കാലത്ത് നടന്നതിനേക്കാൾ വിപുലമായ രൂപത്തിൽ ഇന്ന് അത് നടന്നുകൊണ്ട് വിശ്വവ്യാപകമായ, വിശ്വപ്രസിദ്ധമായ പെരുവനം ആറാട്ടുപുഴ പൂരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ചാത്തക്കുടം ശാസ്താവിൻ്റെ ക്ഷേത്രം തിരുമേനിയിൽ നിന്ന്, മനക്കിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക്, ദേവസ്വത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ദേവസ്വക്കാരൊക്കെ നിർബന്ധിക്കുകയും ദേവസ്വം പ്രസിഡന്റിനെയും മറ്റുള്ളവരെയും സമീപിച്ച് ഏറ്റെടുക്കുവാൻ വേണ്ടി നിർബന്ധിക്കുകയുണ്ടായി. ആ സ്ഥിതി വന്നപ്പോൾ ഇതിൻ്റെ കീഴടങ്ങമായ 5 മറ്റ് ക്ഷേത്രങ്ങളും ഇതിനോടനുബന്ധിച്ച് വല്ലച്ചിറ തുടങ്ങിയ മറ്റ് ക്ഷേത്രങ്ങളും, ചിറ്റേങ്കര, ഇങ്ങനെ തുടങ്ങിയ മറ്റ് 4 ക്ഷേത്രങ്ങളും ഏറ്റെടുക്കേണ്ടി വരികയും ദേവസ്വം അത് ഭംഗിയായി ഏറ്റെടുത്ത് എടുക്കുവാൻ സന്മനസ് കാണിക്കുകയും അത് ഏറ്റെടുത്ത് ദേവസ്വത്തിൻ്റെ സംഭാവനയായി, ദേവസ്വത്തിൻ്റെ അധീനത്തിലുള്ള പൂരമായി ചാത്തക്കുളം പൂരം മാറുകയും ഉണ്ടായി. കൂടാതെ ദേവസ്വത്തിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക് പുറമെ സെൻട്രൽ കമ്മിറ്റിയുടെ പരിശ്രമ ഫലമായും പ്രോത്സാഹന ഫലമായും മറ്റുള്ള ഭക്തജനങ്ങളിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ ഫലമായും ഭീമമായ സംഖ്യ ക്ഷേത്രത്തിലേക്ക് വരികയും പൂരം തുടങ്ങിയ മറ്റ് ഉത്സവങ്ങളോടൊപ്പം തന്നെ എല്ലാം കൂടുതൽ മനോഹരവും പ്രഗത്ഭവുമായ രീതിയിൽ നടത്തിപ്പോരുകയുണ്ടായി. അങ്ങനെ പ്രൈവറ്റ് ക്ഷേത്രമായി നിലനിന്നിരുന്ന ഈ ക്ഷേത്രം ഇന്ന് ദേവസ്വത്തിൻ്റെ അധീനത്തിലുള്ള ഒരു വലിയ ക്ഷേത്രമായി നിലനിന്ന് പോരുകയാണ്. പെരുവനം ആറാട്ടുപുഴ പൂരം അല്ലെങ്കിൽ ആറാട്ടുപുഴ പൂരത്തിൽ
ചാത്തക്കുടം ശാസ്താവിൻ്റെയും ശാസ്തക്കുടം ശാസ്താവിനുള്ള പങ്കും കർത്തവ്യങ്ങളും അതുപോലെ തന്നെ ആചാര സമ്പ്രദായങ്ങളും വളരെ വിദഗ്ധവും വിശാലവും ആയിട്ടുള്ള ഒന്നാണ്. തിരുവാതിര നാളിലാണ് ഇവിടെ ആഘോഷം ആരംഭിക്കുന്നത്. അതിൻ്റെ തലേ ദിവസമായ മകീരം നാളിൽ കൊടി കയറുന്നു. മകീരത്തിന് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി കൊടിമരം മുറിച്ചു കൊണ്ടുവന്ന് അതിൽ ചടങ്ങു പ്രകാരമുള്ള ആലും മാവും എല്ലാം കെട്ടി കൊടി കയറ്റി ദർഭ മുതലായവ വിരിച്ച് കൊടിയേറ്റം ആചാരപ്രകാരം തന്നെ ഭംഗിയാക്കി നിറവേറ്റുന്നു. തിരുവാതിര നാളിൽ ഉദ്ദേശം 9 മണിയോടുകൂടി ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. അവിടെ ധാരാളം പറകൾ ദേവന് ലഭിക്കുന്നുണ്ട്. സെൻട്രൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ പൂരം പുറപ്പെടുന്ന സമയത്തും അല്ലാതെയും പറകൾ സംഘടിപ്പിക്കുക എന്ന സംഭവത്തിൻ്റെ ഭാഗമായി ഇവിടെയും ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ പറ നിറയ്ക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതിന് മുന്നേ തന്നെ തൈക്കാട്ടുശ്ശേരി ഭഗവതിയും ചക്കംകുളം ശാസ്താവും അവിടെ എഴുന്നള്ളി വന്നിരിക്കും. ആ ചാത്തക്കുളം ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച പറകളെല്ലാം നിറയ്ക്കുന്നതോടുകൂടി ചക്കംകുളം ശാസ്താവും തൈക്കാട്ടുശ്ശേരി ഭഗവതിയും അവിടെ എഴുന്നള്ളിച്ച് നിൽക്കുകയും ക്ഷേത്രം കോവിൽ ഓരോ പ്രദക്ഷിണം വെച്ച് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ക്ഷേത്ര നടയിലെ വിശാലമായ ക്ഷേത്രാങ്കണത്തിൽ 2 ഉപദേവന്മാർ 7 ആനകളോടുകൂടി അണിനിരക്കുന്നു. അതോടുകൂടി 7ാമത്തേതായ ചാത്തക്കുടം ശാസ്താവിനെ എഴുന്നള്ളിച്ച ആനയും കൂടി നിന്ന് 7 ആനകളോടുകൂടിയുള്ള പുതുപുത്തൻ ആനക്കോപ്പുകളും കോലം, കുട, നെറ്റിപ്പട്ടം, പഞ്ചാമരം, ആലവട്ടം, ആനമണികൾ തുടങ്ങിയതായിട്ടുള്ള പുതുപുത്തൻ സാധനങ്ങൾ അണിഞ്ഞുകൊണ്ട് അലങ്കരിച്ചുകൊണ്ട് ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളിച്ച് 7 ആനകളെ അണിനിരത്തിയുള്ള ഗംഭീരമായ ആഘോഷത്തോടുകൂടി അതിഗംഭീരമായ പഞ്ചാരിമേളം പെയ്തിറങ്ങുന്നു. വളരെ വിശിഷ്ടമായ രൂപത്തിൽ, ഗംഭീരമായ രൂപത്തിലാണ് ആ പഞ്ചാരിമേളം അവിടെ കൊഴുപ്പ് കൂട്ടാറുള്ളത്. അത് കഴിഞ്ഞ് ചാത്തക്കുളം ശാസ്താവ് ചക്കംകുളം ശാസ്താവിനോടും തൈക്കാട്ടുശ്ശേരി ഭഗവതിയോടും ഉപചാരം പറഞ്ഞ് അവണാമനയിൽ പോയി അവിടെ പറ എടുക്കുന്നു. അതിനോടുകൂടി ഉദ്ദേശം 8 മണിയോടേക്ക് മുൻപ് തൈക്കാട്ടുശ്ശേരി പൂരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ചാത്തക്കുളം ശാസ്താവ് പോകുന്നു. തൈക്കാട്ടുശ്ശേരിയിൽ ചെന്ന് പുണർതം ദിവസമാണ് അത്.
തൈക്കാട്ടുശ്ശേരി പൂരം അതിഗംഭീരമായ പഞ്ചവാദ്യം, പഞ്ചാരി തുടങ്ങിയ മേളത്തോടുകൂടി തൈക്കാട്ടുശ്ശേരി ഭഗവതിയുടെ പൂരം കഴിഞ്ഞാൽ ചാത്തക്കുളം ശാസ്താവിൻ്റെ ഇടവഴിപ്പൂരമാണ്. അത് കഴിഞ്ഞ് മറ്റ് നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് ദേവീദേവന്മാർ അവിടെ വരികയും പൂരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത് ആറാട്ടുപുഴ ശാസ്താവും അതിനോടൊപ്പം ചാത്തക്കുളം ശാസ്താവും എല്ലാം തൈക്കാട്ടുശ്ശേരി ഭഗവതിയോടൊപ്പം ഭഗവതിയും എല്ലാം ചാത്തക്കുളം ക്ഷേത്രത്തിലേക്ക് വരികയും അവിടെ വന്ന് ക്ഷേത്രപ്രദക്ഷിണം കഴിഞ്ഞ് അവിടെ വന്നവർക്കെല്ലാം ഉപചാരം കൊടുത്തുകൊണ്ട് ചാത്തക്കുളം ശാസ്താവ് ശ്രീലകത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. അത് കഴിഞ്ഞ് രാത്രി വൈകുന്നേരത്തോടു കൂടി മനകളിലും മറ്റും പറ എടുക്കാൻ പോവുകയും പറ എടുത്തുകൊണ്ട് നറുകുളങ്ങര എന്ന സ്ഥലത്ത് അവിടെ അവിടുത്തെ കുളത്തിൽ ഊരകത്തമ്മ തിരുവടിക്ക് ആറാട്ട് ഉള്ളതിനാൽ ഊരകത്തമ്മ തിരുവടിയെ കാവൽ നിൽക്കുവാനായി 8 മണിക്ക് ശേഷം നറുകുളങ്ങരയ്ക്ക് എത്തുകയും അവിടെ ദേവിയെ കാത്തുനിന്ന് ദേവി വന്ന് ആറാട്ട് കഴിഞ്ഞ് പിരിഞ്ഞ് പോകുന്നു. അതുവരെ അവിടെ ചാത്തക്കുളം ശാസ്താവ് കാവൽ നിൽക്കുന്നു. പിന്നീട് ചക്കംകുളം ക്ഷേത്രത്തിൽ നടക്കുന്നതായ പുണർതം വിളക്കിന് ചാത്തക്കുളം ശാസ്താവ് പോവുകയും ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നതായ വിളക്കിൽ പങ്കെടുത്ത് പുലരുന്നതോടുകൂടി അവിടെ നിന്ന് ഉപചാരം പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു. പൂയം ദിവസം പെരുവനം പൂരമാണ്. പെരുവനം പൂരത്തിന് സന്ധ്യയോടുകൂടി ചാത്തക്കുളം ശാസ്താവ് തൊടുകുളത്തിൻ്റെ അവിടെ വരികയും അവിടെ ചെമ്പട കൊട്ടി കയറുകയും ചെമ്പടയ്ക്ക് ശേഷം അതിഗംഭീരമായ മേളം ആരംഭിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി തൊട്ടിപ്പാൾ ഭഗവതിയും ചാത്തക്കുളം ശാസ്താവിൻ്റെ ഒപ്പം നിൽക്കുന്നു. അങ്ങനെ ചാത്തക്കുളം ശാസ്താവും ചാത്തക്കുളത്തിനോട് ഒട്ടി നിന്നുകൊണ്ടുള്ള തൊട്ടിപ്പാൾ ഭഗവതിയും കൂടിച്ചേർന്ന് പെരുമനം പൂരത്തിൻ്റെ അതിഗംഭീരമായ പഞ്ചവാദ്യമേളം തകർക്കുന്നു. പഞ്ചാരി മേളം തകർക്കുന്നു. അവിടെ പഞ്ചവാദ്യത്തിന് സ്ഥാനമില്ല. പഞ്ചാരി മേളത്തോടുകൂടി അതിഗംഭീരമായ ചാത്തക്കുളം ശാസ്താവിൻ്റെ പൂരം രാത്രി 11 മണിയോടുകൂടി അവസാനിച്ച് ചാത്തക്കുളം ശാസ്താവ് തൊട്ടിപ്പാൾ ഭഗവതിയെ ഊരകം ക്ഷേത്രത്തിലേക്ക് ഉപചാരം കൊടുത്ത് പറഞ്ഞയക്കുന്നു. തുടർന്ന് ഊരകത്തു നിന്ന്
ഊരകത്തമ്മ തിരുടി തൊടുകുളത്തിൻ്റെ അവിടെ വന്ന് ആചാരങ്ങൾ പ്രകാരമുള്ള എല്ലാ വാദ്യങ്ങളും നടത്തി ചെമ്പട കൊട്ടി കയറുന്നു. അതോടെ ചാത്തക്കുടം ശാസ്താവ് ഊരകത്തമ്മ തിരുവടിക്ക് നിൽക്കുന്നു. ഉരവും ചാത്തക്കുടവും വഴിനടയിൽ കയറി വിശ്വപ്രസിദ്ധമായ പഞ്ചാരിമേളത്തിൻ്റെ പതികാലത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. പണ്ടുകാലം മുതൽ പെരുമനം ക്ഷേത്രത്തിൻ്റെ നടവഴിയിലുള്ള ഊരകത്തിൻ്റെയും ചാത്തക്കുടവുമായിട്ടുള്ള പൂരത്തിൻ്റെ മേളം, പഞ്ചാരിമേളം ലോകപ്രസിദ്ധമാണ്. ഇന്നും അതൊട്ടും ലോഭിക്കാത്ത രൂപത്തിൽ തന്നെ, പ്രശസ്തമായ രൂപത്തിൽ തന്നെ നിലനിന്നു പോരുന്നു. അതിനുശേഷം ചാത്തക്കുളം ശാസ്താവ് ഊരകത്തമ്മ തിരുവടിയോട് യാത്ര പറഞ്ഞ് ഊരകത്തേക്ക് വരികയും ഊരകത്ത് അപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഉണ്ടാവുന്ന തൊട്ടിപ്പാൾ ഭഗവതിയെ പറഞ്ഞയച്ച് അവിടെ ആവൽ നിൽക്കുകയും ചെയ്യുന്നു. നേരം പുലർന്ന് അതിനു മുന്നേ ഊരകത്തമ്മ ഭഗവതി ഊരകം ക്ഷേത്രത്തിലേക്ക് വരുന്നു. വിശ്രമിച്ചതിന് ശേഷം പുലർച്ചയോടുകൂടി ആറാട്ടുപുഴ ശാസ്താവ് ചേർപ്പ് ഭഗവതിക്ക് ചേർപ്പ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണവും അതുപോലെ തന്നെ ഉപചാരവും കഴിച്ച് ഊരകം ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഊരകം ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചാത്തക്കുടം ശാസ്താവ് ആദ്യമായി ഊരകം ഭഗവതിയും പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഊരകം ചാത്തക്കുടം ശാസ്താവിന് 3 ഉപചാരം കൊടുത്തുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് 3 ഉപചാരം കൊടുത്തുകൊണ്ട് ചാത്തക്കുടം സ്വക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അതിനുശേഷം ആറാട്ടുപുഴ ശാസ്താവ് കയറ്റി എഴുന്നള്ളിച്ച് ഊരകം ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് 5 ഉപചാരം നടത്തി ശാസ്താവിനെ പറഞ്ഞയച്ച് ഊരകം തമ്മ ഭഗവതി സ്വക്ഷേത്രത്തിലേക്ക് ശ്രീകോവിലേക്ക് പോയി നിത്യനിദാന പൂജകളിൽ ഏർപ്പെടുന്നു. ആയില്യം നാളിൽ ചാത്തക്കുടം ശാസ്താവ് സന്ധ്യയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. മനകളിലും പറ എടുത്ത് മടങ്ങി വന്ന് പിടിക്കപ്പറമ്പ് ശിവനെ പ്രദക്ഷിണം ചെയ്ത് അവിടെ പിടിക്കപ്പറമ്പ് മൈതാനത്ത് നടക്കുന്നതായ മൈതാനത്തിൽ ഉള്ള പാടത്ത് ചാത്തക്കുടം ശാസ്താവിന് അതിഗംഭീരമായ പഞ്ചാരിമേളത്തോടു കൂടിയ ഒരു പൂരം നടത്തുന്നു. ഒരു കാലത്ത് പണ്ട് അങ്ങനെ
ഉണ്ടായിരുന്നു എങ്കിലും കുറേ കാലമായി ആ പൂരം നിലച്ച് പോന്നിരുന്നതാണ്. പിന്നീട് ഈയിടെയാണ് സെൻട്രൽ കമ്മിറ്റിയുടെ പ്രോത്സാഹനവും നാട്ടുകാരുടെ അകമഴിഞ്ഞ ആഗ്രഹവും നിറവേറ്റിക്കൊണ്ട് വീണ്ടും ആ പൂരം ഉടലെടുക്കുകയായി. ആരംഭത്തിൽ 24ഓളം ആനകളെ അണിനിരത്തിക്കൊണ്ടാണ് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ അത് സാമാന്യം ഒരു 7-9 തുടങ്ങിയതായ ആനകളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് നിലനിർത്തി പോവാത്തക്ക വിധത്തിലുള്ള ഒരു സംരംഭത്തിലേക്ക് ആക്കി മാറ്റി പൂരം മനോഹരമാക്കി തീർക്കുകയാണ്. അത് കഴിഞ്ഞ് ദേവൻ ക്ഷേത്രത്തിൽ പോയി കഴിയുന്നതോടുകൂടി അവിടെ ചേർപ്പ് ഭഗവതി എഴുന്നള്ളി വരികയും ചേർപ്പ് ഭഗവതിയെ പോയ ശേഷം വീണ്ടും ഒരു ചാത്തക്കുടം ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളിച്ചു വന്ന് പിടിക്കപ്പറമ്പിലുള്ള വരമ്പത്ത് നിലപാട് നിൽക്കുന്നു. അവിടെ നിലപാട് നിൽക്കുന്നതോടുകൂടി ചേർപ്പ് ഭഗവതിയും ഊരകം ഭഗവതിയും ഇതിനകം അവിടങ്ങളിലുള്ള മനകളിലും മറ്റും പറ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ചേർപ്പ് ഭഗവതി നിലപാട് നിൽക്കുന്ന തോടിൻ്റെ ചിറയിൽ നിൽക്കുമ്പോൾ ചേർപ്പ് ഭഗവതി ശാസ്താവിന് ഉപചാരം കൊടുക്കുന്നു. ചേർപ്പും ചാത്തക്കുടവും പാടത്തേക്ക് ഇറങ്ങി ചെന്ന് 5 ഉപചാരം കൊടുത്തുകൊണ്ട് ചേർപ്പ് ഭഗവതിയെ പറഞ്ഞയക്കുന്നു. അവിടുത്തെ പ്രത്യേകത ചാത്തക്കുടം ശാസ്താവ് ഉപചാരം കൊടുക്കുമ്പോൾ ഉപചാരമായി ചേർപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണത്രേ. എന്തോ പ്രാദേശികമായോ മറ്റെന്തോ ഉപകഥകളുടെ അടിസ്ഥാനത്തിലോ അങ്ങനെ ഒരു വേഷം കെട്ട് നടന്നിരുന്നു, ഇന്നും നടക്കുന്നു. തുടർന്ന് ഉരകത്തമ്മ ഭഗവതി ചാത്തക്കുടം ശാസ്താവ് നിലപാട് നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയും